പലപ്പോഴും ആൾക്കാർ ചോദിക്കും ഇസ്ലാമിന് കുറെ നിയന്ത്രണങ്ങളാണല്ലോ എന്ന്. അങ്ങനെ തോന്നല്ലോ നിങ്ങൾക്ക്? കുറച്ച് ഓവർ അല്ലേ എന്ന് തോന്നല്ലോ? ഇപ്പൊ തോന്നില്ല, കുറച്ച് ഞാൻ തോന്നിക്കോളൂ. കാരണം ആൾക്കാരുടെ അടുക്കിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ എന്ത് ചെയ്യും, ഇൻജക്ട് ചെയ്ത്, ആ ഇഞ്ചക്ഷൻ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യേ. ഞാൻ കോളേജിൽ പോയ സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചാണ്, സാറേ ഒരു ആൺകുട്ടിക്ക് കൈ കൊടുത്ത് വെച്ചപ്പോ എന്താ വരാൻ പോണെ ചോദിച്ചാണ്. എന്താ നമുക്ക് പറയാൻ പറ്റുക? അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ, ആണും പെണ്ണും രണ്ടല്ലേ? സംശയമുണ്ടോ? ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും രണ്ടാ. പെൺകുട്ടികൾ വിചാരിക്കുന്ന പോലെയല്ല ആര് വിചാരിക്കുക, ആൺകുട്ടികൾ വിചാരിക്കുക. അതാ പ്രശ്നം. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ കുറച്ചെണ്ണം. പിന്നെ മനുഷ്യന്മാരെ പോലെ അല്ലാതെ കുറച്ച് വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. മുടിന്റെ ഉള്ളിൽ കൂടി തേനീച്ച കൂടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചെടുക്കുന്ന പല ടീമില്ലേ, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് ഓരെ പറ്റി വിചാരിക്കുന്ന എന്താ, അടിപൊളിയോ മോനെ, ഞാന് ടോപ്പാണ് എന്നാ വിചാരിക്കുക. പക്ഷെ ഓരെ പറ്റി ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, ഒരു കല്ലെത്തിയാ എറിഞ്ഞു വായിപ്പിക്കുന്നു വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അവിടെയാണ് നമ്മൾ രണ്ട് മനസ്സാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, സംശയമൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആൺകുട്ടി പെൺകുട്ടിനെ പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ സ്വീകരിച്ചിട്ടില്ലേ പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം? കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ, ഒന്ന് തൊട്ടടുത്ത പെട്രോൾ പമ്പ് പോവുക, 100 രൂപയ്ക്ക് പെട്രോളും അല്ല, എന്നിട്ട് ഓളെ തലയിൽ വയ്ക്കുക, അവന്റെ തലയിൽ വയ്ക്കുക, തീ കൊടുക്കുക, മരിക്കുക. എന്താ കാരണം പറയുന്നത്? ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. വേറെ ഒരുത്തം ചെയ്താണ് കുറച്ചും കൂടി എന്താണ് കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. രാജസ്ഥാനിൽ പോയി തോക്ക് വാങ്ങിക്കൊണ്ടത്, എന്നിട്ട് നേരെ ഓളെ വീട്ടിലേക്ക് കയറി ചെന്ന് ഓളയും പിടിച്ചെന്ന് ഓനും പിടിച്ചെന്ന്. ഇതൊക്കെ തുടങ്ങുന്നത് എവിടെന്നാ? ഈ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് ആൾക്കാർ വരുന്നോർക്കുന്നാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി, ഒരു ആൺകുട്ടി ആണെങ്കിലും ഒരു പെൺകുട്ടി ആണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു അതിര് നമ്മൾ വെക്കണം. ആ അതിരാരെ പഠിപ്പിച്ചെന്നേ? ആ അതിരെവിടെ പഠിപ്പിച്ചെന്നേ? ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരോടൊക്കെ നമുക്ക് കുറച്ചെങ്കിലും അതിര് വിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാ? നിങ്ങൾ പേരാലോചിച്ചോ, ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പേരുകൾ ആലോചിച്ചോ. ഒന്ന് ഉപ്പ, രണ്ടാമത്തത് ബ്രദേഴ്സ്. ഞാൻ പെൺകുട്ടികളാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് ഒരു ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റുന്ന ആൾക്കാരെ പറ്റിയാ പറയുന്നത്. ഒന്ന് ഉപ്പയാണ്, പിന്നെ ബ്രദേഴ്സാണ്, പിന്നെ ഉപ്പയുടെ ബ്രദേഴ്സാണ്, ഉമ്മയുടെ ബ്രദേഴ്സാണ്. കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ആർക്കും ആയി ഉണ്ടാവില്ല, ഭർത്താവാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരാളെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂല്ലേ? നമ്മളുടെ മഹറമാണോ അല്ലേ? ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ്. നമ്മളുടെ കസിന്റെ കൂടെ നമുക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തൂടെ? കസിൻ എന്ന് പറഞ്ഞാൽ എളാപ്പന്റെ മോനി, മൂത്താപ്പന്റെ മോനി, അതടക്കം നമുക്ക് ബൗണ്ടറിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്, വേറെ എവിടെയോ പഠിച്ചിട്ടുള്ളൊരു വേറെ ഏതോ വീട്ടിലുള്ള ഒരാളെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്, കൈ കൊടുക്കാൻ. അതൊരു അപകടം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് വളരെ ഇളവുകൾ തന്നിട്ടുണ്ട്, ഇല്ലേ? പലപ്പോഴും പറയും വസ്ത്രത്തെ കുറിച്ച് പറയുന്നത് എന്തൊരു അടങ്ങാറാന്ന് നോക്കിയ ആൾക്കാർ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു ആൻസർ പറഞ്ഞാൽ മതി. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന് കടുംപിടുത്തുണ്ടോ? ഇല്ലേ? ഞാൻ ചോദിക്കുന്നതിന് ഒരു ആൻസർ പറഞ്ഞു നോക്ക് നിങ്ങൾ. ഈ ഹറാമാക്കി, ഇസ്ലാം ഹറാമാക്കിയ കളറ് പറഞ്ഞ ആൺകുട്ടിയൊക്കോ പെൺകുട്ടിയൊക്കോ ഇസ്ലാം ധരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു കളറ് പറഞ്ഞു, ഏതെങ്കിലും ഒരു കളറ് പറഞ്ഞു. ചുവപ്പ് ഹറാമെന്നല്ല. ആകെ ഒന്നുള്ളത് കുങ്കുമ നിറാണ്, സഫ്രോൺ. എന്തുകൊണ്ടാന്ന് വെച്ചാല് മറ്റുള്ള മതവിഭാഗങ്ങൾ അവരുടെ പിന്നെ ഏത് ആരാധനാ സമയത്ത് ഇടുന്ന വസ്ത്രമായുണ്ട്. വേറെ ഒരു വൈറ്റ് ഇടാൻ പറ്റുമോ? ബ്ലാക്ക് ഇടാൻ പറ്റുമോ? പച്ച ഇടാൻ പറ്റുമോ? ഇല്ലേ? പൂക്കളുള്ള ഇടാൻ പറ്റൂലേ? പ്രിന്റ് ഉള്ളത് പറ്റൂലേ? പ്ലെയിൻ ആയിട്ടുള്ളത് പറ്റൂലേ? ഞാൻ പറന്നിടാൻ പറ്റുമോ? പെൺകുട്ടികളാണെങ്കിൽ പറന്നിടാം. പിന്നെ ചുരിദാർ ഇടാൻ പറ്റുമോ? ടൂത്ത് പീസ് ആയിട്ട് വരുന്ന ഡ്രസ് ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റും. പിന്നെ ഏതാ നിരോധിച്ചേ? ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങൾ ഇടാൻ പറ്റില്ല, പെണ്ണുങ്ങളുടെ വസ്ത്രം ആണുങ്ങൾ ഇടാൻ പറ്റില്ല. അത്രയല്ലേ ഉള്ളൂ. ഇത്രയും നമുക്ക് ഹലാലാക്കി തന്നിട്ട് ബാക്കി നമ്മളെപ്പോഴും ചിന്ത പോകോട്ടാ. മനുഷ്യന്റെ സ്വഭാവം. ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്ത് കൊണ്ടയാക്കി, അല്ലെ? സ്വർഗത്ത് കൊണ്ടയാക്കിയിട്ട്
അവിടുന്ന് ആകെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അതാ ആ മരത്തിന്റെ നേരെ പോകരുതിട്ടോ. പക്ഷെ അതിനെപ്പിടെ മനസ്സെങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ പോയത്? ഏതൊരു മരമാണോ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ മരത്തിന്റെ മേലേക്കാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ മനസ്സും ചിന്തയും ഒക്കെ പോയത്. ഇതാണ് ശൈത്താൻ ഉണ്ടാക്കിയെടുക്കുന്ന പണി. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെക്കുക. ഒന്ന്. ഇനി ആൺകുട്ടികൾക്ക് ആലോചിച്ച് നോക്ക്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ ചോദിക്കും, ഞെരിയാന്റെ താഴെ പോയപ്പോ എന്താ? പക്ഷെ ഞെരിയാണി വരെ പോകാനുള്ള സൗകര്യം ആരെയും തന്നിട്ടുണ്ട്? അള്ളാഹു ഇതൊന്നും ആലോചിക്കൂല. ഞെരിയാന്റെ താഴെ പോയപ്പോ എന്താന്ന് ചോദിക്കും. ടീഷർട്ട് ഇടാൻ പറ്റൂടാ നമുക്ക്? ടീഷർട്ട് ഇടാം. ഷർട്ട് ഇടാൻ പറ്റുമോ? ജുബ് ഇടാൻ പറ്റുമോ? അതിന്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇപ്പൊ വരുന്ന സാധനങ്ങൾ നോക്കുമ്പോൾ വ്യത്യസ്ത ടൈപ്പ് കളറുകളായിട്ടാണ് വരുന്നത്. ഒരേ പ്ലെയിൻ കളറിന്റെ ഇടണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഏത് കളർ ഡ്രസ്സും ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ്, ചില ക്രൈറ്റീരിയകൾ ഉണ്ട്. ഒന്ന്, പെൺകുട്ടികളെ പോലെ ആക്കരുത്, അല്ലെ? ഒരു ആൺകുട്ടി കയ്യിലൊക്കെ 10 വിരലിലും മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടന്നു വരുന്നതിനെ പറ്റി ആലോചിച്ചു. അതേ ഇഷ്ടം മാറാൻ നോക്കിട്ടോ. കാതുകുത്തി മൂക്കിന്റെ മേലെ, ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ മൂക്കിന്റെ മേലെ നിന്നൊക്കെ മാറ്റിയിട്ട് വേറെ കുറെ സ്ഥലത്ത്, എന്റെ വീട്ടിൽ കുറച്ചപ്പുറത്താണ് ഹൈലൈറ്റ് മാൾ ഉള്ളത്, കോഴിക്കോട് ഹൈലൈറ്റ് മാൾ ഉള്ളത്. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി വെക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കാഴ്ചകളും പുതിയ ആഭരണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിരികത്തിന്റെ മേലെ കാതിലത്തിൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, കമ്മലുണ്ടല്ലോ, അത് ഇവിടെ വെക്കുന്ന ആൾക്കാര്, താടിന്റെ മേലെ വെക്കുന്ന ആൾക്കാര്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പടച്ചോനെ വേറെ ഏതോ ഒരു ജീവിയെ ചന്ദ്രനോ വേറെ ഒന്നോ വന്ന വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്, അല്ലേ? അതാണ് നമ്മുടെ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഭക്ഷണം ആലോചിച്ച് നോക്കുമ്പോൾ, ഭക്ഷണം ഏത് ഭക്ഷണമാണ് ഹറാമാക്കിയിട്ടുള്ളത്? ഹറാമായ ഭക്ഷണമാണോ ഹലാലായ ഭക്ഷണമാണോ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത്? രണ്ടും പഠിപ്പിച്ചെന്നില്ല. ഹറാമായത് പഠിപ്പിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ബാക്കിയൊക്കെ കഴിച്ചോന്നു. പണി കഴിഞ്ഞോ? അതിലാകെ കുറച്ചെണ്ണേ ഉള്ളൂ. ഒന്ന് പന്നിമാംസം. മനുഷ്യന്മാര് കഴിക്കുന്നതിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ കഴിക്കുന്നതിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ആകെ ഒന്നേ ഉള്ളൂ, അതേതാണ്? പന്നിമാംസാണ്. പിന്നെ പൊതുവെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഒരു ചേരാട്ട് അങ്ങനെ പോവാ, ആരെയും പിടിച്ചിരുന്നോ? ഇല്ല. ബാക്കിയുള്ളവർ തിന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മൾ തിന്നാൻ നിൽക്കുമോ? ഒരു പാമ്പ് ഇങ്ങനെ പോവുക, അതിനെ പൊരിച്ചുന്ന കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമ്മൾ അതിന്റെ വയ്യാലെ പോകാറുണ്ടോ? നല്ല ഭക്ഷണമായിട്ട് ആളുകൾ തന്നെ അതിനെന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. എന്നാ പറഞ്ഞു കുടുങ്ങി ചത്തത്. ഇല്ല. ഹലാൽ ഭക്ഷണം എന്താ? അല്ലാഹ് ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ മുഴുവൻ ആകെ തെറ്റിദ്ധരിച്ച സാധനം എന്ത്? ഹലാൽ ഭക്ഷണം. എന്താ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിച്ച് തുപ്പി കൊടുക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ അന്ന് എനിക്കൊരു കുറച്ച് അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഓരിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഹലാൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ ഇത്? അവർ റോഡ് സൈഡിൽ നിന്നിട്ടാ പറയുന്നത്. അപ്പൊ അവിടെ പിന്നെ വണ്ടി ഇടിച്ച് ചത്തെടുക്കുന്ന ഒരു ജീവിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് കഷ്ണം കോരിക്കൊണ്ടേ ഈ കറിയിച്ച് തിന്നോ ചോദിച്ചു. ഏത്? റോഡിന്റെ മേലെ വണ്ടി ഇടിച്ച് ചതഞ്ഞറിഞ്ഞെടുക്കുന്ന ഒരു ജീവനെ ചൂണ്ടിക്കാണിച്ചിട്ട് വെച്ചു. അതിന്ന് ഇല്ല. വേറൊരുത്തിന്റെ വീട്ടിൽ ഒരു ആട് ഷോക്ക് അടിച്ച് ചത്തുണ്ട്, അതിന്റെ ഇറച്ചി ചെയ്യുന്നു. മുസ്ലിമാണ്. അപ്പൊ അതിന്റെ ഇറച്ചി ചെയ്യുന്നു ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു. ഇതെന്നാണ് എന്ത് പറയുന്നത്? ഹലാലായ ഭക്ഷണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് മനുഷ്യന് ഉപകാരമുള്ള ഒരു സംഗതി. ഒറ്റ 2 മിനിറ്റ് കൂടി ടൈം ആയിട്ട് ഞാൻ ഇപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കോ. മനുഷ്യന് ഉപകാരമുള്ള ഏതെങ്കിലും സംഗതി അള്ളാഹു ഹറാമാക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ. മനുഷ്യന് ഉപകാരമുള്ള അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ? കിട്ടിയോ? ഒന്നുമില്ല. ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഉപദ്രവങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കും. മദ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, കള്ളിനെ കുറിച്ച് പറയുന്നുണ്ട്. കള്ളിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞെന്താ? ഉപകാരത്തിനേക്കാൾ അധികമായിട്ട് എന്താ ഉള്ളത്? ഉപദ്രവമുള്ളത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കൊലപാതകങ്ങൾ നടന്നു, എത്ര മരണങ്ങൾ നടന്നു. പിന്നെ ആകെയുള്ള ഉപകാരം എന്താ? കള്ളുടിയന്മാര് കുറെ പൈസ കൊടുത്ത് കള്ളു വാങ്ങുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടില് കള്ളുടിക്കുന്ന ആൾക്കാർക്ക് സാധാരണ നമ്മളൊരു സാധനം വാങ്ങിച്ചു, ഒരു പച്ചക്കറി വാങ്ങിച്ചു, മൈദക്ക് കിലോക്ക് 40 റുപ്യ ഉള്ളത്. നമ്മൾ എത്ര റുപ്യ എന്നാ കൊടുക്കണേ? 40 റുപ്യ എന്നാ കൊടുക്കണേ. കള്ളിന് ഒരു കുപ്പിക്ക് 60 റുപ്യ ഉള്ളത് എന്ന് വിചാരിച്ചോ. ഒരു വാങ്ങണ 120 റുപ്യക്കാ, ബാക്കി 60 റുപ്യ ടാക്സാ. ആകെ ആ ഒരു ഉപകാരം മാത്രം അതുകൊണ്ട് ഉണ്ടാക്കുന്നേ, വേറെ ഒന്നുമില്ല. അതോടുകൂടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഉപകാരമുള്ള ഒരു സംഗതി നമുക്ക് ഹലാലാക്കിയിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല.
ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സംഗതിയും ഹലാലാക്കിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മുടെ ഭക്ഷണം, വസ്ത്രം, സംസാര രീതി, നമ്മളുടെ വേറൊരാളുടെ മുന്നിൽ നമ്മളുടെ വ്യക്തിത്വത്തെ കാണിച്ചിരുന്ന ഏറ്റവും നല്ല രീതിയാണ് എന്ത്? സംസാരം. നല്ല ഭംഗിയുള്ള ഒരാള്, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പെട്ടതാണ്, നല്ല ഭംഗിയുള്ള ഒരാള്, പക്ഷെ ഓന് വായ തുറന്ന ചീത്ത വാക്കേ പറയുള്ളൂ. ഓന്റെ സ്വഭാവം നല്ലതാണോ ചീത്താണോ? നമുക്ക് ഓന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ? കാരണം ഓന്റെ കൂടെ ഇരിക്കുമ്പോ എവിടെ നിന്നൊക്കെ ആടിയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം മുമ്പ് ആരൊക്കെ ചീത്താറുണ്ടെങ്കിൽ ഓരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവരെ തല്ലും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത്. അവസാനം